ഡോക്ടർ അരുൺ ബോട്ട് ഓടിച്ചോളൂ, റേഞ്ചും കൂടെ ഓടുകയാണ്. ബോട്ട് പെട്ടെന്ന് ഓടിച്ചോളൂ. പുന്നമടയിൽ വീയപുരത്തിന്റെ പൂരം അല്ലെങ്കിൽ പുന്നമടയിൽ വീയപൂരമാണിത്. കണക്ക് തീർത്തിരിക്കുന്നു വീയപുരം. ഇതാണ് ജലമേളയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതുപോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ ധാരാളം നമ്മൾ കണ്ടുകിട്ടുണ്ട്. കൈനകരിയുടെ കരുത്തുള്ള ചുണക്കുട്ടന്മാർ നടുഭാഗത്തിന്റെ വെല്ലുവിളിയെ BBC-യുടെ അപ്രമാദിത്വത്തെയൊക്കെ തകർത്തുകൊണ്ട് കൈനകരിയിലേക്ക് ആ കപ്പ് കൊണ്ടുപോവുകയാണ്. കൈനകരിയിലേക്കാണ് നെഹ്റു കപ്പ്, നെഹ്റു ട്രോഫി ഇത്തവണ പോകുന്നത്. അങ്ങനെ കരുത്തു കാട്ടുന്നു വീയപുരം. അങ്ങനെ കഴിഞ്ഞ തവണത്തെ കലിപ്പ് തീർക്കുന്നു വീയപുരം. വീരന്മാരായി വിജയശ്രീലാളിതരായി വീയപുരം ഇതാ വരുന്നു. വീയപുരം വരുന്നു, വീയപുരം വരുന്നു, വീയപുരം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈനകരി കാത്തിരിക്കുകയാണ് വീയപുരത്തിന്റെ ചുണക്കുട്ടന്മാരെ സ്വീകരിക്കുന്നതിനായി. നമ്മളും അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. വിജയശ്രീലാളിതരായി നിൽക്കുന്ന ആ ടീമിനെ അഭിനന്ദിക്കാൻ കൺസിഡർ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ സ്പീഡ് ബോട്ടിൽ അവർക്കരികിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരുടെ ആദ്യ പ്രതികരണം അതാണ് നമുക്കിനി അറിയേണ്ടത്. കഴിഞ്ഞ തവണ 0.005 സെക്കൻഡിനാണ് അവർക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായത്. കോടതി കയറിയ വിജയത്തെ ചൊല്ലിയവർ, പക്ഷേ അവർക്ക് ഇത്തവണ ഒരു പരാതികൾക്കും ഇടയില്ലാത്തവണ്ണം കൃത്യമായ മുന്നേറ്റത്തിലൂടെ വീയപുരം കപ്പടിച്ചിരിക്കുകയാണ്. കലിപ്പ് തീർത്തിരിക്കുകയാണ്. ഈ കപ്പ് ഞങ്ങൾ എങ്ങെടുക്കുക എന്ന് പറയുകയാണ് വീയപുരം. ജലരാജാവാരെന്ന ചോദ്യത്തിന് വീയപുരമാണ്, BBC ആണ് എന്ന ഒരേ ഒരു ഉത്തരമാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി അവശേഷിപ്പിക്കുന്നത്. വാശിയേറിയ പോരാട്ടമായിരുന്നു. 4 ചുണ്ടൻ വള്ളങ്ങളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിൽ ഒരേ ഒരു രാജാവ് വീയപുരം ജലരാജാവായി മാറിയിരിക്കുകയാണ്. നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തി, മേൽപ്പാടം ചുണ്ടൻ മൂന്നാമത്. വീയപുരം അങ്ങനെ കണക്ക് തീർത്തിരിക്കുന്നു, കലിപ്പ് തീർത്തിരിക്കുന്നു, കപ്പടിച്ചിരിക്കുന്നു. ഡോക്ടർ അരുൺ, എത്താറായോ സ്പീഡ് ബോട്ട് വീയപുരത്തിനടുത്ത്? വീയപുരമാണ് ഇത്തവണ ജേതാക്കളായിരിക്കുന്നത്. വീയപുരത്തിന്റെ ഒരു തിരിച്ചുവരവ് 2024 കൈവിട്ടു പോയത് അവർ 2025 തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതാണ് പുന്നമടയുടെ ആവേശം എന്ന് പറഞ്ഞാൽ. ആ ആവേശം മുഴുവൻ ആർത്തിരമ്പുന്ന ആവേശമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. നെഹ്റു ട്രോഫി കൈനകരിയിലേക്ക് കൊണ്ടുപോവുകയാണ് വീയപുരം. പ്രതീക്ഷിച്ചിരുന്ന നടുഭാഗത്തിനും നിരണത്തിനും മേപ്പാടനും ഒന്നും തൊടാൻ കഴിയുന്നില്ല നെഹ്റു ട്രോഫി. അത് ഇത്തവണ ഞങ്ങൾ ഇങ്ങെടുത്തു എന്ന് പറയുകയാണ് വീയപുരം. ഇതൊരു ചരിത്രം കുറിക്കലാണ്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടൻ ജലരാജാവായി മാറിയിരിക്കുകയാണ്. രാജാധിരാജനായി മാറുന്നു വീയപുരം. ഐപ്പ് ഒളിക്കാണ് നമുക്കൊപ്പം. ഐപ്പ്, വീയപുരം ഇതാ കപ്പടിച്ചിരിക്കുന്നു, കലിപ്പ് തീർത്തിരിക്കുന്നു. 0.005 സെക്കൻഡ്. അതങ്ങനെ മനസ്സിൽ നിന്ന് മാറ്റാനോ മറക്കാനോ കഴിയുന്നതല്ലല്ലോ ഐപ്പ്. ഹാട്രിക് വിജയം കൊതിച്ചെത്ത് വെറും ഹാട്രിക് അല്ല, ഡബിൾ ഹാട്രിക് വിജയം കൊതിച്ചിരുന്ന പള്ളാത്തുരുത്തിയെയും അപ്രതീക്ഷിതമായി മുന്നേറി ട്രാക്കിലെത്തിയ പുന്നമടയെയും അങ്ങ് പത്തനംതിട്ടയിൽ വന്ന നിരണത്തേക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് കൈനകരിക്കാരുടെ ചുണക്കൂട്ടന്മാർ വീയപുരം ചുണ്ടലിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇത്തവണ 71ാമത്തെ നെഹ്റു ട്രോഫി വെള്ളിക്കപ്പ് സ്വന്തമാക്കുന്നത്. പരാതികളും അനിശ്ചിതത്വങ്ങളും ആശങ്കകളൊക്കെ അങ്ങ് കടലിലേക്ക് പോകണം, അറബിക്കടലിലേക്ക് പോകണം. പുന്നമടക്കായലിൽ അതിനൊന്നും സ്ഥാനമില്ല. ഇവിടെ പുതിയ ജലരാജാവ് ഉണ്ടായിരിക്കുന്നു. ഇവിടെ പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് ഏറ്റവും മനോഹരമായ കാര്യം നേരത്തെ പ്രമോദട്ടം പറഞ്ഞതുപോലെ വീയപുരത്തിന്റെ ഹാട്രിക്ക് തകർത്ത ഒരു ക്ലബ്ബാണ് അപ്പുറത്തുനിന്ന് മത്സരിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. തീർച്ചയായിട്ടും അവരുടെ ഹാട്രിക്ക് പൊളിക്കാൻ കഴിഞ്ഞതിന് സന്തോഷം അവർക്കുണ്ടാകും. പരാതികളൊന്നും ഇപ്പൊ തീരാൻ പോകുന്നില്ല. പരാതികളുടെ പ്രളയം തന്നെ ഇനി ഉണ്ടാകും, പരാതികളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനോഹരമായൊരു കളിയാണ് പുന്നമടക്കായലിൽ സമ്മാനിച്ചത്. മനോഹരമായൊരു കളി അരങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. വീയപുരത്തിന്റെ ചുണക്കുട്ടന്മാർ കൈനകരി കരയിലേക്ക്, അതായത് കൈനകരി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിന്റെ ഏറ്റവും ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു കൈനകരിയാണ്. ആ ഹൃദയത്തുടിപ്പുള്ള കൈനകരി കരയിലേക്ക് വീയപുരം ചുണ്ടലിലേറി നെഹ്റു കപ്പെത്തുകയാണ്. ആദ്യമായ കരയിലേക്ക് കുറെ നാളുകൾക്ക് ശേഷം UBC എത്തിച്ചിരുന്ന നെഹ്റു ട്രോഫിക്ക് ശേഷം, വില്ലേജ് ബോട്ട് ക്ലബ്ബ് എത്തിച്ച നെഹ്റു ട്രോഫിക്ക് ശേഷം വീയപുരം ചുണ്ടനിൽ, പുത്തൻ ചുണ്ടനിൽ അവർ നെഹ്റു ട്രോഫിയുടെ വെള്ളിക്കപ്പ് മുത്തമിട്ട് അവിടെ എത്തിക്കാൻ പോവുകയാണ്. ആവേശത്തിലാണ് ആളുകൾ, ആവേശത്തിലാണ് കാണികൾ, ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ, ലോകമെങ്ങുമുള്ള വള്ളംകളി പ്രേമികൾ. സുജയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ വികാരവും ഞങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് അലതല്ലുന്നുണ്ടാകും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആഹ്ലാദാരവും തന്നെയാണ്. അവർ വള്ളം മുക്കിയാണ് ആഘോഷിക്കുന്നത്. വള്ളത്തെ കുളിപ്പിക്കുകയാണ് അവർ, വള്ളത്തെ ഗംഭീരമാക്കിയാണ്. ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ജയിച്ചു വരുന്ന വെള്ളം, ആ വള്ളത്തെ മുക്കുക എന്നുള്ളത്. അങ്ങനെ മുക്കി തണുപ്പിക്കുകയാണ്
തങ്ങളെ ജയത്തിലെത്തിച്ച, തങ്ങളെ മുത്തമിടാൻ, ആ വെള്ളിക്കപ്പിൽ മുത്തമിടാൻ എല്ലാവിധ സഹായവും നൽകിയ ആ വള്ളത്തെ മുക്കി അവർ കുളിപ്പിച്ചെടുക്കുകയാണ്. ഇനി ആഘോഷത്തിന്റെ ദിവസമാണ്. ഈ വള്ളം ഇനി കരകളായ കരകളൊക്കെ ചുറ്റിപ്പോവും. ഈ നെഹ്റു ട്രോഫിയുമായി അവർ നാട് മൊത്തം ചുറ്റി സഞ്ചരിക്കും. അവരുടെ ആഹ്ലാദവും സന്തോഷവും അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഈ കപ്പ് ഉയർത്തിക്കൊണ്ട് അവർ ലോകമെങ്ങും സഞ്ചരിക്കാൻ പോവുകയാണ്. ലോകമെങ്ങുമുള്ള പ്രേക്ഷകർ, വലിയ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. എന്നാൽ തീർച്ചയായിട്ടും വിയപുരത്തിന് അഭിമാനിക്കാൻ കഴിയും. അവരുടെ വള്ളത്തിന്റെ തുടർച്ചയായ 2ാം ജയം കൂടിയാണ്. കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതേ വള്ളത്തിലാണ് കപ്പെടുത്തെങ്കിൽ അതേ വള്ളത്തിൽ തുഴഞ്ഞ് മറ്റൊരു ക്ലബ്ബ് അവരെ തന്നെ തോൽപ്പിച്ച് മനോഹരമായ രീതിയിൽ പുന്നമടക്കായലിൽ 1150 മീറ്റർ എന്ന വലിയ ട്രാക്ക് തുഴഞ്ഞ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തുഴഞ്ഞെടുത്ത് മറ്റു 3 വള്ളങ്ങളെയും പിന്നിലാക്കി, മറ്റു 20 വള്ളങ്ങളെയും പിന്നിലാക്കി അവർ വിജയം കൊയ്തിരിക്കുന്നു. പുന്നമടക്കായലിൽ ഒരു കൊയ്ത്താണ് നടന്നത്. മനോഹരമായ നെഹ്റു ട്രോഫിയുടെ കൊയ്ത്താണ് നടന്നത്. ആ കൊയ്ത്തുത്സവമാണ് ഇന്ന് വിയപുരം ആഘോഷിക്കുന്നത്. വിയപുരം കരക്കാർ, കൈനേരിക്കരക്കാർ മാത്രമല്ല, വിയപുരം എന്ന് പറയുന്ന കേരളത്തിന്റെ കുട്ടനാടിന്റെ അപ്പർ കുട്ടനാടാണ്. ഹരിപ്പാടും കാർത്തികപ്പള്ളിയും ഒക്കെ അടങ്ങുന്ന, എടത്തുവയും പച്ചയും ഒക്കെ അടങ്ങുന്ന ആ ഭാഗത്തുള്ള ആളുകൾക്ക് പോലും വലിയ സന്തോഷത്തിന്റെ സൗഭാഗ്യം സമ്മാനിച്ചുകൊണ്ടാണ് അവർ കപ്പെടുത്തിരിക്കുന്നത്. എല്ലാവരും വെള്ളത്തിലാണ്. ഇന്ന് വെള്ളത്തിൽ നിന്ന് ആരും കേറത്തില്ല. ഇനി ട്രോഫി വാങ്ങാനായിട്ട് അവർ കയറുകയാണ്. വെള്ളിക്കപ്പ് മുത്തമിടാൻ കയറുകയാണ്. എത്ര മനോഹരമായ കാഴ്ച! ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ കായിക വിനോദം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് വന്ന് കാണുന്ന ഏറ്റവും മനോഹരമായ കായിക മാമാങ്കം കൂടിയാണ് പുന്നമടക്കായലിലെ കേരളത്തിന്റെ അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന നെഹ്റു ട്രോഫി വള്ളങ്ങൾ. 71ാമത് നെഹ്റു ട്രോഫി മുത്തമിട്ടുകൊണ്ട് വിയപുരം കഴിവ് തെളിയിച്ചിരിക്കുന്നു, കരുത്തു തെളിയിച്ചിരിക്കുന്നു. അവരുടെ ചുണക്കുട്ടന്മാർ, കരിവീരന്മാർ ആ ചുണ്ടൻ വള്ളത്തിൽ 1ാം തുഴക്കാരൻ മുതൽ അമരത്ത് നിൽക്കുന്ന പങ്കായക്കാരൻ വരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇടിത്താളത്തിന്റെ താളത്തിനൊത്ത് അവർ വള്ളമൂന്നി, തുഴയൂന്നി. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 4 മിനിറ്റും 21 സെക്കൻഡും, അതായത് ഹീറ്റ്സിലെ സമയം വെറുതെ ആയില്ല. ഹീറ്റ്സിൽ കണ്ടത് തന്നെയായിരുന്നു നമ്മൾ ഫൈനലിലും കണ്ടത്. സമയം നമ്മൾ പരിശോധിക്കുമ്പോൾ നടുഭാഗത്തിന് കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു തുഴഞ്ഞിരുന്നെങ്കിൽ വിജയം ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ വിയപുരം ഹീറ്റ്സിനേക്കാൾ മെച്ചപ്പെടുന്ന രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചു. കാരണം 6ാം ഹീറ്റ്സിൽ അവർക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല.